നമസ്കാരം. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കുന്ന തീരുമാനത്തിൽ നിന്നും സതീശൻ സർക്കാർ പിന്നോട്ടടിക്കുന്നു. നികുതി ഘടന മാത്രമല്ല, മദ്യനയത്തിൽ നിന്നു തന്നെ സർക്കാർ പിന്നോട്ട് പോവുകയാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ച് വിൽക്കുന്ന കാര്യവും മദ്യനയവും ഉൾപ്പെടെ UDF-ൽ ചർച്ച ചെയ്തു മാത്രം തീരുമാനമെടുക്കുമെന്നാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. കൈപൊള്ളിയതോടെയാണ് മദ്യനയത്തിൽ നിന്നും സർക്കാർ പിൻവലിഞ്ഞത്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതിയുമായി ബന്ധപ്പെട്ട തീരുമാനം UDF-നെ വിടുകയാണെന്നാണ് സതീശൻ വ്യക്തമാക്കിയത്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതിയുമായി ബന്ധപ്പെട്ട വിഷയം UDF-ൽ ചർച്ച ചെയ്യുമെന്നും സഖ്യകക്ഷികളുമായി സംസാരിക്കുമെന്നുമാണ് പുതിയ നിലപാട്. ഇടത് സർക്കാർ തീരുമാനിച്ചത് UDF നടപ്പിലാക്കുന്നു എന്ന വാദം പൊളിഞ്ഞതോടെയാണ് മുൻ നിലപാടിൽ നിന്നും സർക്കാർ മാറിയത്. മദ്യം വിൽക്കണമെന്ന് UDF തീരുമാനിച്ചാൽ ഇപ്പോൾ പറഞ്ഞ ടാക്സ് തന്നെ ആയിരിക്കും. വിൽക്കേണ്ടതില്ല എന്നാണ് UDF തീരുമാനമെങ്കിൽ അതുമായി മുൻപോട്ട് പോകില്ല. വീര്യം കുറഞ്ഞ മദ്യം ഇറക്കാൻ തീരുമാനിച്ചത് LDF സർക്കാരാണ്. ഞങ്ങൾ അതിന്റെ നികുതി നിശ്ചയിക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. UDF-ൽ എല്ലാവരുമായും സംസാരിക്കും. അതിനനുസരിച്ച് ഒരു ഡ്രാഫ്റ്റ് രൂപപ്പെടുത്തും. എല്ലാ കക്ഷികളുമായി മാത്രം ചർച്ച നടത്തി അന്തിമ തീരുമാനമെടുക്കും. വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ വിൽക്കണമെന്ന് UDF പോളിസി വന്നാൽ ഇതായിരിക്കും ടാക്സ്. ഇനി അങ്ങനെ വേണ്ട എന്നാണ് തീരുമാനിച്ചാൽ വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ വിൽക്കില്ല. അത് രാഷ്ട്രീയ തീരുമാനമെന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. LDF സർക്കാർ അംഗീകരിച്ച പദ്ധതിയാണ്. ഒരു ഭരണം മുൻപുള്ള ഭരണത്തിന്റെ തുടർച്ചയാണ് എന്നൊക്കെയുള്ള മുഖ്യമന്ത്രിയുടെ വാദങ്ങളാണ് മദ്യനികുതിയിൽ വില പോകാതെ പോയത്. UDF-ന് അകത്തുനിന്നും ക്രൈസ്തവ സഭകളിൽ നിന്നും ഒരുപോലെയാണ് മദ്യനയത്തിൽ എതിർപ്പ് വന്നത്. താൻ അറിയാതെ വന്ന തീരുമാനമാണ് ഇതെന്ന് പറഞ്ഞ് എക്സൈസ് മന്ത്രി ലിജു രംഗത്ത് വന്നതും പരസ്യ പ്രതിഷേധം പ്രകടിപ്പിച്ചതും സർക്കാരിന് ക്ഷീണമായി. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് തീരുമാനത്തിൽ നിന്നും സർക്കാർ പിൻവലിഞ്ഞത്. വീര്യം കുറഞ്ഞ മദ്യത്തിൽ കേരളം മുക്കാൻ ലക്ഷ്യമിട്ടാണ് ലോ ആൽക്കഹോളിക് ബവറേജസ് എന്ന വിഭാഗത്തിന്റെ മദ്യഘടന നികുതി ഘടന ബജറ്റിൽ പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ പിണറായി സർക്കാർ 2022-23 അബ്കാരി നയത്തിൽ വീര്യം കുറഞ്ഞ മദ്യവിൽപ്പന അനുവദിച്ച് ചട്ടം ഭേദഗതി ചെയ്തിരുന്നു. എങ്കിലും നികുതി ഘടന പ്രഖ്യാപിച്ചിരുന്നില്ല. 43% വീര്യമുള്ള മദ്യം വിൽക്കുന്ന അതേ നികുതി തന്നെയാണ് 251% നൽകേണ്ടിയിരുന്നതിനാൽ വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ ഒരു കമ്പനിയും വിറ്റിരുന്നില്ല. വീര്യം കുറഞ്ഞ മദ്യം വിൽക്കാനായി പ്രമുഖ കമ്പനികൾ നികുതി ഘടന പരിഷ്കരണത്തിന് പിണറായി സർക്കാരിനെ സമീപിച്ചിരുന്നുവെങ്കിലും വരുമാന നഷ്ടം ചൂണ്ടിക്കാട്ടി സർക്കാർ അത് നിരസിക്കുകയാണ് ചെയ്തത്. വിൽപ്പന നികുതി ഘടന നിശ്ചയിക്കാത്തത് കാരണം മടിച്ചു നിന്ന കമ്പനികൾക്ക് കേരളത്തിൽ പുതിയ വിപണി തുറക്കാനാണ് ബജറ്റ് പ്രഖ്യാപനം വഴിതെളിച്ചത്. എന്നാൽ കമ്പനികൾക്ക് കേരളം മദ്യത്തിൽ മുക്കാൻ അവസരമൊരുക്കുന്ന നികുതി ഘടനയാണ് സതീശൻ സർക്കാർ പ്രഖ്യാപിച്ചത്. 0.5 മുതൽ 20% വരെ വീര്യമുള്ള മദ്യത്തിൽ 10% 10 മുതൽ 20% വരെ വീര്യമുള്ളവയ്ക്ക് 175% എന്നിങ്ങനെയാണ് നികുതി ഘടന. ഇതാണ് UDF തീരുമാനത്തിന് വിട്ടിരിക്കുന്നത്. എന്തായാലും മദ്യത്തിൽ എടുത്ത നിലപാടിൽ നിന്നും സർക്കാരിന് പിന്നോട്ട് പോകേണ്ടി വന്നിരിക്കുകയാണ്. പ്രതിപക്ഷം ഉയർത്തിയ എതിർപ്പാണ് ലക്ഷ്യം കാണുന്നത്.